PVR ഫോറമാൾ ഓഡി 1-ലാണ് ഞാൻ ദ റണ്ണിംഗ് മാൻ കാണാനെത്തിയത്. ബുക്കിംഗ് ചാർജ് അടക്കം 255 രൂപ ടിക്കറ്റ് റേറ്റ് വരുന്ന ഇവിടെ PVR പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് 123 രൂപയ്ക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഈ സ്ക്രീൻ ഓഡി 1 ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്, പടം സ്കോപ്പാണ്. അതുകൊണ്ട് ഇതുപോലെ മുകളിലും താഴെയും ലെറ്റർ ബോക്സ്ഡ് ആയിട്ടാണ് കാണാൻ സാധിച്ചത്. ദ റണ്ണിംഗ് മാൻ എന്നുള്ള പേര് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പണ്ട് ജഡ്ജ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അർണോൾഡിന്റെ പടങ്ങളോട് ഭീകര ക്രൈസ് ആയിരുന്നു. അപ്പൊ അന്ന് VHS കാസറ്റാണ്. അപ്പൊ VHS കാസറ്റ് ആണെങ്കിലും ബാക്കിയുള്ള കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അർണോൾഡിന്റെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. കണ്ടതിന് കൈയും കണക്കൂല. അപ്പൊ അന്ന് കണ്ടൊരു പടമായിരുന്നു ദ റണ്ണിംഗ് മാൻ. അപ്പോൾ ഈ റണ്ണിംഗ് മാൻ ആ പടം കാണുമ്പോൾ അന്ന് ഈ പടത്തിന്റെ ഒരു കോർ ഐഡിയോളജി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോൾ സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു നോവലായിരുന്നു ഈ ദ റണ്ണിംഗ് മാൻ എന്നുള്ളത്. അത് പണ്ട് അർണോൾഡിന്റെ ഒരു ഫിലിമായിരുന്നു. അതിന്റെ ഒരു റീമേക്കോ റീബൂട്ടോ എന്തെങ്കിലും പറയാം. ഗ്ലെൻ ക്ലോവൽ നായകനായിട്ടുള്ള ഈ സിനിമയുടെ കോർ തീം എന്ന് പറയുന്നത് ടോട്ടാലിറ്റേറിയനിസത്തിന് എതിരായിട്ടുള്ളതാണ്. അതായത് ഒരു ഗവൺമെന്റ് ഒരു റൂളറാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ഇതൊന്നുമില്ലാതെ ഈ ഗവൺമെന്റ് തള്ളിത്തരുന്ന അതിന്റെ ഫേക്ക് ആയിട്ടുള്ള എന്താണെങ്കിലും പ്രൊപ്പഗാൻഡ ആണെന്നുണ്ടെങ്കിലും അത് അപ്പടി തന്നെ വിശ്വസിച്ച് അതിനിടയിൽ നടക്കുന്ന ആ ഒരു ഹൈപ്പർ ക്യാപിറ്റലിസം, അങ്ങനെയുള്ള ഒരു ക്ലാസ് ഇനീക്വാളിറ്റി, ഇതിനെതിരെല്ലാം സംസാരിക്കുന്ന ഒരു സിനിമയാണ് ദ റണ്ണിംഗ് മാൻ. അപ്പോൾ ഒരു നിയർ ഫ്യൂച്ചർ എന്ന രീതിയിലാണ് അന്ന് സ്റ്റീഫൻ കിങ് ഈ പടം എഴുതിയത്. അപ്പോൾ പുള്ളി ഒരു ലെജൻഡാണ്. പുള്ളിക്ക് അറിയാം നിയർ ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ടോട്ടാലിറ്റേറിയനിസം, ഈ ഗവൺമെന്റിൽ ഈ ഒരു കഥ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു TV ഷോ ആണ്. അതായത് മൊത്തം ജനങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഡെത്ത് ഗെയിം, നമ്മൾ ഡെത്ത് ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്കൊന്ന് ബാറ്റിൽ റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് പടം വന്നേ പിന്നെയാണ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഈ സംഭവങ്ങളൊക്കെ മാറിയത്. പിന്നീട് അത് സ്ക്വിഡ് ഗെയിം, ആലിസ് ഇൻ ബോർഡർലാൻഡ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡെത്ത് ഗെയിം എന്നുള്ളത് ഈ പടത്തിൽ ജോഷ് ബ്രോളിന്റെ ഒരു ക്യാരക്ടർ പറയുന്ന പോലെ പണ്ട് കൊളോസിയത്തിൽ നടന്നിരുന്നിട്ടുള്ള ഒരു ബാർബേറിയനിസം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ഡെത്ത് ഗെയിം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വിജയിക്കുന്ന ആൾക്ക് ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നമാണ്. ഈ വർഷം തന്നെ ഇറങ്ങിയിട്ടുള്ള ദ ലോങ് വാക്ക് എന്ന് പറയുന്ന സിനിമയുണ്ട്. അതും ആക്ച്വലി ലോങ് വാക്ക് എന്ന് പറയുന്ന സിനിമയും സ്റ്റീഫൻ കിങ്ങിന്റെ തന്നെ കഥയാണ്. അപ്പോൾ ഈ ആന്റി ടോട്ടാലിറ്റേറിയൻ ഗവൺമെന്റിനെ കുറിച്ച് പുള്ളി ഒന്നും രണ്ടും വർക്കൊന്നുമില്ല, ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുണ്ട്. സോ ബാക്ക് ടു ദ ഫിലിം, ഈ ഫിലിമിൽ പറയുന്നത് സിമ്പിൾ ആണ്. ഒരു ഡെത്ത് ഗെയിം, ആ ഡെത്ത് ഗെയിമിൽ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നായകൻ ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഡെത്ത് ഗെയിമിനുള്ളിൽ നടക്കുന്ന ഇതെല്ലാം ഒരു ടി വി എന്ന മീഡിയയിലൂടെയാണ് ജനങ്ങൾ അറിയുന്നത്. ഈ ജനങ്ങൾ അറിയുന്നത് എന്തറിയണം, ഏതൊക്കെ അറിയണം, എന്താണ് സത്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് അതിനിടയിൽ ഫേക്ക് ആയിട്ട് ഒരുപാട് പ്രൊപ്പഗാൻഡ അതിനിടയിൽ കൊടുത്തു വരുന്നുണ്ട്. പറയാത്ത കാര്യങ്ങൾ ഒരു AI വീഡിയോയൊക്കെ ഉപയോഗിച്ച് ഇയാളുടേതായിട്ടുള്ള രൂപം ഇയാൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങനെ പല തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളാണ്. അതായത് റിയാലിറ്റിയിൽ നടക്കുന്നതും ജനങ്ങൾ അറിയുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വളരെ സംഘർഷഭരിതമായിട്ടുള്ളൊരു ജീവിതമാണ് അവിടുത്തെ നാട്ടുകാർ നയിക്കുന്നത്. അതിൻ്റെ ഒരു ആങ്കർ, ആ ഒരു ദേഷ്യം ഈ നായകൻ്റെ ക്യാരക്ടറിൽ മുഴുവൻ കാണും. ഇതിനകത്ത് ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇന്റർവ്യൂവിൽ ഗ്ലെൻ ക്ലോവന്റെ ക്യാരക്ടറിനടുത്ത് ഒരു ഇന്റർവ്യൂ പോലെ ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്നത് യു ആർ ദ മോസ്റ്റ് ആംഗ്രിയസ്റ്റ് മാൻ എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ജീവിത സാഹചര്യങ്ങൾ, ഈ ഒരു സർക്കാരിന്റെ ദുർഭരണം എന്ന് തന്നെ പറയാം, ആ രീതിയിൽ ഇങ്ങനെയായി. അതായത് തൻ്റെ കുട്ടിക്ക് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെഡ്ലി റിയാലിറ്റി ഷോയിലേക്ക് ഇയാൾ വരുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാവുന്നുള്ളൂ എങ്ങനെയൊക്കെ ആയിരിക്കും ജനങ്ങളുടെ ജീവിതാവസ്ഥ എന്നുള്ളത്. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഓടുക, എത്ര നാൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അതിനിടയിൽ ഇയാളെ കണ്ടുപിടിക്കാനായിട്ട് വേറെ കുറേ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം പിടികൊടുക്കാതിരിക്കുക, എത്ര ദിവസം പിടികൊടുക്കാതിരിക്കുന്നു. അതിനിടയിൽ ഈ പറയുന്ന ഈ ഹണ്ടേഴ്സ്, ഈ തേടി വരുന്ന ആൾക്കാരെ ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്, ഹണ്ടേഴ്സിനെ ഇയാൾ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന കാശിൻ്റെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥിരം നമ്മൾ കാണുന്ന ഇതുപോലുള്ള ഒരു ഒരു ഡെത്ത് ഗെയിംസിൻ്റെ ആ ഒരു മാതൃകയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂർ 14 മിനിറ്റ് ഉണ്ട്. ഈ 2 മണിക്കൂർ 14 മിനിറ്റുള്ള സിനിമയുടെ ബിഗിനിങ് ഒക്കെ നല്ല രീതിയിലായിരുന്നു. കാരണം നമ്മുടെ നായകൻ്റെ ആ ഒരു ഫാമിലി ലൈഫ്, ആ ഫാമിലിയോടുള്ള ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ആത്മബന്ധം, ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ഈ ദ റണ്ണിംഗ് മാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എന്തുകൊണ്ട് പുള്ളി പോകുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നു. പിന്നീട് പുള്ളിയുടെ അവരുടെ ദേഷ്യം, ആ സൊസൈറ്റിയോട് മൊത്തത്തിലുള്ള ആ ഒരു ആങ്കർ, അതെല്ലാം പുറത്ത് കാണിക്കുന്നു പറഞ്ഞിട്ടുള്ള നമ്മുടെ മെയിൻ ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ജോഷ് ബ്രോളിന്റെ ആ ഒരു ക്യാരക്ടർ വരുന്നു. അപ്പോൾ ഈ ജോഷ് ബ്രോളിൻ വേഴ്സസ് ഗ്ലെൻ പോൾ, ഈ ഒരു സംഭവത്തിലാണ് ഇത് പോകുന്നത്. പക്ഷെ ഈ ഒരു വില്ലനെ നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദ്യം സ്വന്തം ജീവൻ രക്ഷിക്കണം. അതിനുശേഷം ജനങ്ങൾക്ക് ഇത് സംഭവങ്ങളൊന്നും അറിയില്ല, എന്താണ് നടക്കുന്നത് എന്നുള്ളത്. കാരണം ഒരു പപ്പറ്റാണ് സർക്കാരിൻ്റെ, സ്റ്റേറ്റിൻ്റെ കയ്യിൽ വെറും പപ്പറ്റാണ് അവിടുത്തെ ജനത എന്ന് പറയുന്നത്. അപ്പോൾ സത്യാവസ്ഥ അറിയിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഡെഡ്ലി ഗെയിംസ് എന്നുള്ളൊരു കോമ്പിനേഷനും കൂടി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള ഫസ്റ്റ് ആക്ടും സെക്കൻഡ് ആക്ടും ഒക്കെയാണ് പോകുന്നത്. പക്ഷേ ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ഈ വർഷം ഐഡൻറ്റിറ്റി
എനിക്ക് പെട്ടെന്ന് ടോവിനോട് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമയോട് ഓർമ്മ വന്നു. ഒരു ഫ്ലൈറ്റിന്റെ അകത്ത് നടക്കുന്ന ഒരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊന്നും ഒരു ക്ലൈമാക്സ് ആ ഒരു ഫൈനൽ ആക്ടിലേക്ക് വന്നപ്പോൾ സിനിമ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വീക്ക് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആക്ച്വലി ദ റണ്ണിങ് മാൻ ഐമാക്സിൽ റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഐമാക്സിൽ റിലീസ് ആണെങ്കിലും ഫുൾ സ്ക്രീനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐമാക്സിൽ തന്നെ മുകളിലും താഴെയും അതായത് ലെറ്റർ ബോക്സ്ഡ് ആയിട്ടായിരിക്കും ഈ സിനിമ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഐമാക്സിൽ കാണേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ മൺഡേ വരെ വെയിറ്റ് ചെയ്തു. PVR പാസ്പോർട്ട് ഉപയോഗിച്ചു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള PVR ഫോറം മോളിൽ വന്നു. പക്ഷേ ഈ പടം ഒരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനിലല്ല അവർ ഇട്ടത്, ഓഡിയോ 1 ഇട്ടത്. അതുകൊണ്ട് എനിക്ക് ഐമാക്സിൽ കാണുന്ന പോലെ തന്നെ മുകളിലും താഴെയും ആ ഒരു ലെറ്റർ ബോക്സ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. സോ അൺഫോർച്ചുനേറ്റ്. പക്ഷേ ഈ പടം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് വാച്ചിനുള്ളതേ ഉള്ളൂ. എൻ്റെ ഫൈനൽ ആക്ട് മാത്രമാണ് കുറച്ച് മോശം എന്നുള്ള രീതിയിൽ എനിക്ക് അഭിപ്രായമുള്ളത്. ബാക്കി ഫസ്റ്റ് ആക്ടും സെക്കൻഡ് ആക്ടൊക്കെ നല്ല രീതിയിൽ വരുമായിരുന്നു. പക്ഷേ ഫൈനൽ ആക്ടിലേക്ക് പോയപ്പോഴേക്കും മൊത്തത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ എനിക്ക് അത്ര ഡൈജസ്റ്റ് ആയില്ല. പിന്നെ ഈ സിനിമ പറഞ്ഞല്ലോ സ്റ്റീഫൻ കിങ്ങിൻ്റെ പഴയ നോവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഊഹിക്കാവുന്നതുണ്ട്. പിന്നെ ഇതൊരു ആക്ഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഒരു ഡെഡ്ലി ഗെയിം നടക്കുകയാണ്. ആ ഗെയിമിൻ്റെ ഇടയിൽ നിന്ന് നായകൻ രക്ഷപ്പെടണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. അതൊരു ഭയങ്കര അൺഫോർച്ചുനേറ്റ് സംഭവമായിപ്പോയി. കാര്യം ഒരു ആക്ഷൻ ത്രില്ലറാണ്, എന്നാൽ നമ്മളെ ആ ഒരു എൻഗേജിങ് ആക്കുന്ന അയ്യോ അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ള അങ്ങനെയുള്ള ഒരു സംഭവമില്ല. ഇതിനകത്ത് ഫസ്റ്റ് ഒരു ബ്ലാസ്റ്റ് സീൻ വരുന്നുണ്ട്, ഒരു ആദ്യത്തെ രക്ഷപ്പെടൽ, പുള്ളിയുടെ ആദ്യത്തെ ഒരു സർവൈവൽ എന്നുള്ള രീതിയിൽ. അത് കുറച്ച് രസമുണ്ടായിരുന്നു. അതല്ലാതെ ബാക്കിയുള്ള എൻറ്റയർ ഫിലിമിൽ വരുമ്പോൾ അതിനിടയിൽ പുള്ളിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്നല്ല, ആക്ച്വലി 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും അത്ര ഒരു സുഖമൊന്നുമില്ല. നമ്മൾ ഈ ഡയറക്ടർ അടിപൊളി സംഭവമാണ്. ആ ഒരു ഡയറക്ടറിൻ്റെ ആ ഒരു ലെഗസിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഓക്കെ, സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു പടം, പണ്ട് അർണോൾഡ് അഭിനയിച്ച പടത്തിൻ്റെയാണ്, ഈ നൊസ്റ്റാൾജിയ, ഇതെല്ലാം കൂടിയിട്ട് അതൊക്കെ ആ ഒരു പ്രതീക്ഷ എല്ലാത്തിലും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവിക്കുക എന്നെ പോലെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള, സ്റ്റിൽ ഐ എം നോട്ട് ദാറ്റ് മച്ച് ഡിസപ്പോയിൻറ്റഡ്. അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള നിരാശ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ആവറേജ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് പടം നൽകുന്നുണ്ട്. അത് ആ പടത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, പിന്നെ ഗ്ലെൻ ക്ലോവർ ആണെങ്കിലും നല്ല പഴയ അർണോൾഡ് അതുപോലെയൊന്നും ആരും വരില്ല, കാരണം അത് വേറെ ലെവൽ. പക്ഷേ ഇത് പുള്ളിയുടെ ആ ഒരു സംഭവം അങ്ങനെയാണെങ്കിൽ കൊള്ളാം, ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പടത്തിന് യാതൊരുവിധ ഇമോഷനും ഇല്ല. പുള്ളി ഫാമിലിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. പുള്ളിയുടെ ഭാര്യ, പുള്ളിയുടെ കുട്ടി, ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ആ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നായകനോട് നമുക്ക് എപ്പോഴും ഒരു കണക്ട് ഉണ്ടാവും. ആ കണക്ട് എൻറ്റയർലി ഈ പടത്തിൽ മിസ്സിങ് ആണ്. അങ്ങനെ ഒരു കണക്ട് ഇല്ലായ്മ ഈ സിനിമയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആ പടത്തിനോട് തന്നെ നമുക്കൊരു എവിടെയോ എന്തൊക്കെയോ മിസ്സിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ, അതായത് ചൊവ്വാഴ്ച, ലുലു PVR ലുലുവിൽ 92 റുപ്പീസിന് നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അത് ചൊവ്വാഴ്ചയുടെ ഓഫറാണ്. അപ്പോൾ 92 റുപ്പീസിന് ഓക്കെയാണ് ഈ പടം. ആ 92 റുപ്പീസ് ഇതിന് ദ റണ്ണിങ് മാനിന് മാത്രമല്ല, സ്പൈഡർമാൻ റിലീസിനുണ്ട്. സ്പൈഡർമാൻ റിലീസ് ചൊവ്വാഴ്ച പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക. സ്പൈഡർമാൻ്റെ DCP വന്നിരിക്കുന്ന ഫ്ലാറ്റ് DCP പ്ലസ് ഫ്ലാറ്റ് സ്ക്രീനിൽ തന്നെയാണ് PVR ലുലു മാളിൽ ഈ പടം സ്ക്രീൻ ചെയ്യുന്നത്. കാലത്ത് 11 മണിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക. കാരണം സ്പൈഡർമാനാണ്, നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത പടമാണ്. ഫ്ലാറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫിലിമിലെടുത്ത പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. അതും 92 റുപ്പീസിന്. 92 റുപ്പീസിന് ഒരു പടം കാണുക എന്ന് പറയുന്നത് അടിപൊളിയല്ലേ? അപ്പോൾ ട്രൈ ചെയ്യുക. സോ ഫോർ മീ റണ്ണിങ് മാൻ ഒരു ആവറേജ് ഫിലിമാണ്. ഇങ്ങനെയൊന്നും ആയിട്ടില്ല ഞാൻ ഈ സിനിമ എക്സ്പെക്ട് ചെയ്തത്. മേ ബി എക്സ്പെക്ടേഷൻ്റെ കുഴപ്പമാവാം. അങ്ങനെ ഒരു ആവറേജ് പടം.